ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അത് എതിരെ വന്ന വാഹനത്തിനെതിരെ ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനമാണ് എതിരെ വന്നിരുന്നത്. വണ്ടൂർ സ്വദേശിയായ പ്രജീഷാണ് ആ വാഹനം ഓടിച്ചിരുന്നത്. ആ വാഹനത്തിനെതിരെയാണ് ഇപ്പോൾ എഫ്ഐആർ പ്രാഥമിക അന്വേഷണത്തിൽ എഫ്ഐആർ പോലീസ് ഇട്ടിട്ടുള്ളത്. ആ വാഹനം അലക്ഷ്യമായും അമിത വേഗത്തിലും വന്നു. അങ്ങനെ ഈ സിമെന്റ് ലോറിയിൽ ഇടിക്കുന്നു. പിന്നീട് ഈ സിമെന്റ് ലോറി നിയന്ത്രണം തെറ്റിയ അപകടം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായും പോലീസ് കണക്കാക്കുന്നത്. ഇനി സ്വാഭാവികമായും റോഡിലെ വിഷയങ്ങളൊക്കെ തന്നെ നാളെ വരുന്ന കാര്യങ്ങളിൽ ഈ റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. അത് കളക്ടറുടെ നേതൃത്വത്തിൽ അതിനാവശ്യമായ പരിഹാരം കൂടി. അതായത് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് എതിർദിശയിൽ വന്ന ഒരു വാഹനം ലോറിയിൽ ഇടിച്ചാണ് അപകട കാരണമെന്നാണ്. അതെ, അതായത് എഫ്ഐആറിൽ പറയുന്ന എതിർദിശയിൽ വന്ന വാഹനം ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. അത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു ലോറിയാണ്. ആ ലോറിയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് അമിത വേഗത്തിലും വന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ മദർ കെയർ ആശുപത്രിയിൽ ഈ വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറും ഉണ്ടായിരുന്നു. അവരെ ചോദ്യം ചെയ്ത് തുടരുകയാണോ പോലീസ്? അതെ, അവരുടെ മൊഴി എടുത്തിരുന്നു ആ കാര്യങ്ങൾ. അതിൽ ക്ലീനർക്കാണ് കൂടുതൽ പരിക്കുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലിന് ഫ്രാക്ചർ ഉണ്ട്. ഡ്രൈവർക്ക് അത്ര കാര്യമായ സാരമുള്ള പരിക്കുകളല്ല, എങ്കിലും പരിക്കുകളുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അവരുടെ മൊഴി എടുത്തിട്ടുണ്ട്. അവരുടെ മൊഴിയെടുത്തതിൽ നിന്നും ഈ വാഹനം ഇവിടെ തന്നെ നിർത്തിയിരുന്നു. ഈ അപകടം കഴിഞ്ഞ് ഈ ലോറി ഇവിടെ തന്നെ നിർത്തിയിരുന്നു. അപ്പോൾ ആ ലോറിയിൽ നിന്നെടുത്ത വിവരങ്ങളും ലഭിച്ചതിന് ശേഷമാണ് പോലീസ് ഈ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. എഫ്ഐആർ പ്രകാരം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ എതിർ ദിശയിൽ വന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറിയിൽ ഈ ലോറി സിമെന്റ് ലോറി ഇടിക്കുന്നു. അങ്ങനെ അത് നിയന്ത്രണം തെറ്റി കുട്ടികളുടെ മേലേക്ക് പാഞ്ഞു കയറുന്ന ഒരു നിലയാണ് വന്നത്. മഹാരാഷ്ട്ര വാഹനം ത്തിലെ ഡ്രൈവർക്കെതിരെയാണ് കേസ്. അത് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തുള്ളത്. ഇത് വാഹനത്തിൻ്റെ ഈ പൊതുവായിട്ടുള്ള കേസിൻ്റെ ഒരു രീതിയാണ്. പ്രാഥമികമായി എടുത്ത ഒരു കേസാണ്. അതോടൊപ്പം തന്നെ റോഡിൻ്റെ പ്രശ്നങ്ങളും ഇനി ഭാവിയിൽ അല്ലെങ്കിൽ നാളെ തന്നെ അത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ, കളക്ടറുടെ നേതൃത്വത്തിലാണ് ഈ ഉന്നതതല യോഗം നടക്കുക. കളക്ടറേറ്റിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ ചർച്ചയാകും. ഇവിടെ എന്ത് ശാശ്വതമായ പരിഹാരം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ശാശ്വതമായ പരിഹാരങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളും ചർച്ചയാകും. അതാണ് ഈ എഫ്ഐആറിൽ പറയുന്ന ഈ കാരണത്തിൽ പോലും റോഡ് ഒരു ഘടകമായി വരുന്നുണ്ട് എന്നാണ്. എതിർ ദിശയിൽ വരുന്ന ഈ വാഹനം കൂട്ടിയിടിക്കാൻ ഒരു കാരണമായി അങ്ങനെ പറയാൻ കഴിയില്ല. അത് സ്വാഭാവികമായും ഇനി MVD-യുടെയൊക്കെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ എഫ്ഐആറിൽ ഈ വാഹനം എതിർദിശയിൽ വന്ന വാഹനം ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. അത് നേരത്തെ ഇവിടെ വന്ന ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് പ്രാഥമികമായി നമുക്കിപ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിയുക. ഇനി റോഡിൻ്റെ സ്ഥിതി അത് പരിശോധിക്കണം. സ്വാഭാവികമായും മഴ പെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ടയറും റോഡും തമ്മിൽ ഉള്ള ബന്ധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് MVD മറ്റൊരു സംശയമായി പറഞ്ഞത്. പക്ഷേ അപ്പോഴും അവരൊരു കാര്യം പറയുന്നത് കയറ്റം കയറി പോകുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറില്ല. ഒന്ന്, ഈ വാഹനം ഓവർലോഡല്ല. ഈ വാഹനത്തിൽ കൃത്യമായ ലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, കയറ്റം കയറി പോകുന്ന ലോറികൾക്ക് അത്തരത്തിലൊരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് കണ്ടുള്ളത്. പക്ഷേ എങ്കിലും അതും പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് MVD വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഈ കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന അന്വേഷണ പരിധിയിലൊക്കെ തന്നെ റോഡിൻ്റെ കാര്യങ്ങളും അത് വിഷയമാകും. നാളെ അതിനുവേണ്ടി തന്നെ ഒരു ഉന്നതതല യോഗം വെച്ചിട്ടുണ്ട്. നാട്ടുകാർ അടക്കം ആ യോഗത്തിൽ പങ്കെടുക്കും. നാട്ടുകാരുടെ പ്രതിനിധികളുണ്ടാകും. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുണ്ടാകും. ഇവരൊക്കെ കൂടിയുള്ള ഒരു യോഗമാണ് നടക്കുക. നാളെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ടാകും. അപ്പോൾ എന്ത് പരിഹാരം ഇവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. വളരെ അടിയന്തരമായി ഇവിടുത്തെ ട്രാഫിക് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതൊരു വലിയ വഴിയാണ്, വളരെ വേഗത്തിലാണ് ഈ വാഹനങ്ങൾ വരിക. അപ്പോൾ അതിന് എങ്ങനെയാണ് ഒരു പരിധി വയ്ക്കാൻ കഴിയുക? റോങ് സൈഡ് കയറൽ എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക? അതിന് ഡിവൈഡറാണ്. അതിന് താൽക്കാലികമായെങ്കിലും ഒരു സംവിധാനം നാളത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ വിലയിരുത്തുന്നത് വളരെ പെട്ടെന്നുള്ളൊരു വിലയിരുത്തലാണ്. ഇത് പൂർണ്ണമായും നമുക്ക് ശാസ്ത്രീയമാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു കാര്യം, ശാശ്വത പരിഹാരത്തിന് എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള കാര്യം കൂടി, അത് കുറച്ചും കൂടി ഒരു ലോങ് റണ്ണിൽ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ വേണ്ട ഒരു പ്രോസസ്സായിരിക്കും. കാരണം ഈ വഴിയിൽ പല സ്ഥലത്തും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. ആരും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഈ 2 കിലോമീറ്റർ മുൻപാണ് ഒരു അപകടം ഉണ്ടാവുകയും 5 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ ഈ റൂട്ടിൽ നിരന്തരം നമ്മൾ അപകടങ്ങൾ, ഇതിന് സമീപത്തുള്ള പ്രദേശം തന്നെയാണ് ഇതിന് സമീപത്തുള്ള കരിമ്പയിൽ തന്നെയാണ്, ഇതിന് സമീപത്തുള്ള പ്രദേശമാണ്. ഈ റോഡിന്റെ മുഴുവൻ സ്ട്രക്ചർ ഇങ്ങനെയാണ്. വളരെ വീതിയുണ്ട്, വളരെ ദൂരക്കാഴ്ച പല സ്ഥലത്തും സാധ്യമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു വേഗത നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം വിശാലമായ റോഡാണ്. പക്ഷേ ഇത്തരത്തിൽ വളവുകൾ വരുമ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ അപകടങ്ങൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മഴ പെയ്യുമ്പോൾ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടാത്തൊരവസ്ഥയും വരുന്നു. അതാണ് പ്രധാനമായും പ്രദേശത്തെ പറ്റി പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 6 വർഷത്തിനിടെ 36 ജീവനുകൾ ഈ ഒരു മേഖലയിൽ തന്നെ പൊലിഞ്ഞിട്ടുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. തീർച്ചയായിട്ടും അതിൽ കുറച്ചുകൂടി ആധികാരികത വരാനുണ്ട് കണക്കിന്. പക്ഷേ എങ്കിലും നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് തന്നെ നമ്മുടെ ഈ വാർത്താ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം. കാരണം നിരന്തരം നമ്മൾ ഇവിടെ നിന്ന്
മിക്കവാറും ആഴ്ചയിൽ ഒരു അപകടമെങ്കിലും അല്ലെങ്കിൽ അപകട മരണമെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത് ഉണ്ടാകാറുണ്ട്. ഇത് ഈ റൂട്ടിലുടനീളം കാര്യമാണ് കേട്ടോ, അല്ലാതെ ഈ പ്രദേശത്തിൻ്റെ മാത്രം കാര്യമല്ല ഞാൻ പറയുന്നത്. മണ്ണാർക്കാട് മുതൽ ഏകദേശം ഒലവക്കോട് വരെയുള്ള ഈ 2 മാസത്തിനിടെ തന്നെ വലിയ റൂട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത്ര വലിയൊരു ഏകദേശം ഒരു 20 കിലോമീറ്ററിലധികം വരുന്ന ഒരു പ്രദേശത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ കരിമ്പയിൽ ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ശരി അരുണും ഗോകുലുമാണ് നമുക്ക് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മിതിയെ പറ്റിയും അതേപോലെ തന്നെ എതിരെ വന്ന വാഹനത്തിന്റെ അശ്രദ്ധയെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായത്. നാട്ടുകാരെല്ലാവരും പറയുന്നത് ഈ റോഡ് കൃത്യമായി ശരിയായ രീതിയിൽ പണിയണം എന്നുള്ളത് തന്നെയാണ്.